ഹൈദരാബാദിൽ കിടന്നുറങ്ങിയവരുടെ ദേഹത്തേക്ക് വാഹനം ഇടിച്ചു കയറി. അപകടത്തിൽ ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിന് പിന്നാലെ ഡ്രൈവർ ഓടിപ്പോയി. KV ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നുണ്ട്. കിടന്നുറങ്ങിയ ആളുകളുടെ ദേഹത്തേക്കാണ് വാഹനം ഇടിച്ചു കയറിയത്. ഈ പരിക്കേറ്റവരെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? അന്വേഷണം എങ്ങനെ? രതീഷ്, രാജീവ്, ഹൈദരാബാദിലെ ബസവേശ്വര നഗറിലുള്ള ഒരു ആശുപത്രിക്ക് മുൻപിലാണ് ഈ അപകടം നടക്കുന്നത്. അതായത് ഇൻഡോ അമേരിക്കൻ ക്യാൻസർ സെൻ്റർ എന്നാണ് ആശുപത്രിയുടെ പേര്. ഈ ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആളുകളാണ് ഇതിന് പുറത്തുള്ള റോഡരികിലുള്ള ഫുട്പാത്തിൽ കിടന്നുറങ്ങിയിരുന്നത്. ഇവരുടെ ദേഹത്തേക്കാണ് ദൃശ്യങ്ങൾ കാണുന്ന വാഹനം ഇടിച്ചു കയറുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. വാഹനം അമിത വേഗതയിലായിരുന്നു, നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഒരാൾ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 2 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. ഈ ഡ്രൈവർ സാദുള്ള വിഷ്ണുവർദ്ധൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ളതാണ് ഈ വാഹനം. ഏതായാലും ഈ വണ്ടി ഓടിച്ചിരുന്ന ആൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. വീക്കെൻഡൊക്കെ ആയിരുന്നാൽ തന്നെ ആൾ മദ്യലഹരിയിലായിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതായാലും ഈ വൈദ്യപരിശോധനയ്ക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതെന്നാണ് പോലീസിൻ്റെ അനുമാനം. ഈ ചികിത്സയിലുള്ള 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അതായത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഹൈദരാബാദ് പോലീസ് ശക്തമാക്കിയിട്ടുമുണ്ട്. പോലീസിന്റെ പരിശോധനയിൽ നിരവധി തവണ ഗതാഗത ലംഘനം നടത്തിയതിന് ഈ വാഹനത്തിന് പേരിൽ പിഴ ചുമത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അടച്ചിട്ടില്ല എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അതിദാരുണമായി തന്നെ ഉള്ള സംഭവം തന്നെയാണ്. ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാമെന്ന ഒരാൾക്ക് ജീവൻ നഷ്ടമാണ്. ഹൈദരാബാദിലാണ് ഈ അപകടം ഉണ്ടായത്.